everyone, this is Sid Bhaktan from Tech Travel and വളരെ വ്യത്യസ്തമായ ഒരു ട്രിപ്പാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഞാനും അനിയനും കൂടെയാണ് പോകുന്നത്. എൻ്റെ അനിയനുണ്ട് എൻ്റെ ഒപ്പം. അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, ഗോവ വരെ പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് വി സ്റ്റാർട്ടഡ് ഫ്രം കോഴഞ്ചേരി, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് വഴി ഇന്ന് രാത്രിയിൽ ഗോവയിൽ പോയി താമസിക്കണമെന്നാണ്, മാഹിയിൽ പോയി താമസിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ സമയം മണി 5:30 എന്ന് പറയുമ്പോൾ ഞങ്ങൾ എറണാകുളത്ത് വന്ന് എൻ്റെ ഫ്ലാറ്റിൽ കയറാറുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു. എന്നിട്ടിപ്പം വി ആർ ഹെഡിങ് ടു തൃശ്ശൂർ. അപ്പോൾ ഹൈക്കോടതിന് അവിടെ നിന്ന് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴിയുള്ള വഴി കൂടാണ് ഇപ്പോൾ പോകുന്നത്. വെറുതെ എടപ്പള്ളി വഴി അത്രയും ട്രാഫിക്കിൻ്റെ സമയം കളയണ്ടാലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽപാളം ആയ സംഭവം ഇവിടെ കാണാൻ പറ്റും. വളരെ നല്ലൊരു എന്താ പറയുക, സീനിക് ബ്യൂട്ടി ആയിട്ടുള്ളൊരു വഴിയും കൂടിയാണിത്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ കളമശ്ശേരി എത്തും. കളമശ്ശേരി എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ സ്ട്രേറ്റ് ടു ചാലക്കുടി. അവിടെ ശബരിചേട്ടനെ മീറ്റ് ചെയ്യണം. ശബരിചേട്ടൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ശബരിചേട്ടനെ മീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർ, മാക്സിമം കോഴിക്കോടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു 10-12 മണിക്കുള്ളിൽ എത്താൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നോക്കുന്നത് ഫസ്റ്റ് ഡേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രിയിൽ മാഹി വരെ എത്താൻ പറ്റിയില്ല. ഭയങ്കര പ്ലാൻസിലൊക്കെ കുറച്ച് ഡിലേ ഒക്കെ ആയത് കാരണം ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ഡേ കോഴിക്കോടാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോട് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു റൂമിൽ വന്നു. ആക്ച്വലി നോർമലി എൻ്റെ ഒരു ലോങ് ടേം, അതായത് ഒരു 1 വീക്കിലുപരി വരുന്നൊരു ട്രിപ്പ് ആയതുകൊണ്ട് ഞാനൊരു ലെസ് ദാൻ 1000 rupees റേഞ്ചിലുള്ള ഹോട്ടൽസ് ആയിരുന്നു എൻ്റെ ഒരു എയിം. കാരണം നമുക്ക് ബാക്ക് പാക്കർ ട്രിപ്പാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ലക്ഷറീസ് ഒന്നും പറ്റില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അവിടെ കോഴിക്കോട് വന്നപ്പം സാധാരണ നോർമൽ ലോഡ്ജസ് വരെ പോയി അന്വേഷിച്ചപ്പോഴത്തേക്കിനും 1000 രൂപ, 1500 രൂപയ്ക്കാണ് അവർ ചോദിക്കുന്നത്. സോ ഞാൻ ബൈ ട്രിപ്പ് എടുത്തിട്ട് ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു മെട്രോ ലോഡ്ജ്, KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള മെട്രോ ലോഡ്ജിൽ ഐ ടുക്ക് എ റൂം. ഐ ഗോട്ട് an AC room for 1250. Even though it's out of my budget, but still it's താമസമല്ലേ പറ്റുള്ളൂ, വേറെ വഴിയില്ലല്ലോ. സോ ഇന്നിപ്പോൾ ഞാൻ കോഴിക്കോടാണ് ഞങ്ങൾ സ്റ്റേ. ആൻഡ് നാളെ രാവിലെ ഞങ്ങൾ ആഫ്റ്റർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് വിൽ ഗോ ടു മാഹി ആൻഡ് വിൽ എക്സ്പ്ലോർ മാഹി. ഇതിപ്പോ 2ാമത്തെ ദിവസം ഞങ്ങൾ ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് ജസ്റ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് today we are going to Mahi, Talasheri, Kannur and all. കോഴിക്കോട് വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ബീച്ചിൻ്റെ ഇവിടെ സൈഡിൽ ധാരാളം കടകൾ കാണാം നിങ്ങൾക്ക്. ഇറ്റ്സ് ഫേമസ് ഫോർ സ്ട്രീറ്റ് ഫുഡ്സ്. കുറേ നല്ല കല്ലുമുക്കായ, അതേപോലെ കുറേ വിഭവങ്ങൾ കിട്ടുന്ന കുറേ ഷോപ്സ് ഇവിടെ ഉണ്ട്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ടേസ്റ്റ് ഓൾ ദോസ് സ്ട്രീറ്റ് ഫുഡ്സ്. അൺഫോർച്ചുനേറ്റ്ലി ഞാനിപ്പോൾ രാവിലെ ആയതുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല, കാരണം ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഈ കടകളൊക്കെ ഉണ്ടാവുള്ളൂ. സോ ലെറ്റ്സ് ജസ്റ്റ് ഈ ബീച്ചിൽ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം ആൾക്കാർ കളിക്കുന്നു, നോക്ക്. And there are some students who is practicing something. ഒരു സൂപ്പർ ഉപ്പിലിട്ട മാങ്ങ. ഉപ്പിലിട്ട സാധനങ്ങൾ ഞാൻ ആദ്യം കണ്ടു തുടങ്ങിയത് ശരിക്കും ഈ കോഴിക്കോട്, വയനാട് ഭാഗത്താണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മിക്ക പ്രദേശങ്ങളിലും ഈ ഉപ്പിലിട്ട മാങ്ങ പോലെ സകലമായ സാധനങ്ങളും ഉപ്പിലിട്ടത് യുൽ ഗെറ്റ് ഇറ്റ്. ഒരിക്കൽ ഞാൻ വയനാട് ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ അവിടെ ഈ കേരളത്തിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും ഉപ്പിലിട്ടത് അവിടെ കിട്ടുന്നുണ്ട് വയനാട് ഫ്ലവർ ഷോയിൽ. ഇത് ശ്രദ്ധിക്കോ, എല്ലാ സാധനങ്ങളും, എല്ലാ ഫ്രൂട്ട്സും ഉപ്പിലിട്ടത് വയനാട് ഫ്ലവർ ഷോയിൽ ഞാൻ പോയപ്പോൾ കണ്ടു. ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി ഓൾസോ. നമ്മൾ മിക്ക സാധനങ്ങളും ഈ ഉപ്പിലിട്ടിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആയിരിക്കും. കോഴിക്കോടിൻ്റെ പ്രധാന ഒരു വിഭവമാണ് ഈ ഉപ്പിലിട്ട് ഐറ്റംസ്. അത് കോഴിക്കോടാണ് ഞാൻ ശരിക്കും ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോഴാണ് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ടു മാഹി ആയിരുന്നു. അപ്പോൾ വരുന്ന വഴിക്കാണ് അഭി പറഞ്ഞത് കാപ്പാട് ബീച്ച് നമുക്ക് കയറിയിട്ട് പോകാം എന്നിട്ട്. അപ്പോൾ വി ആർ നൗ ഇൻ കാപ്പാട് ബീച്ച്.
വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ അത്യാവശ്യം കുറച്ച് കൽക്കട്ടകൾ ഇങ്ങനെ കാണാം നിങ്ങൾക്ക് ധാരാളമായിട്ട്. അവിടെ ഇവിടെ എല്ലാം കുറേ കൽക്കട്ടകൾ കാണാം. വലിയ തിരക്കൊന്നുമില്ല, ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാവാം. കുറച്ച് പൈൻ മരങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ധാരാളം ഇരിപ്പിടങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ശാന്തമായിട്ട് വന്ന് കുറച്ച് സമയം ഒരു 1-2 മണിക്കൂർ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കാപ്പാട് ബീച്ച്. ശരിക്കും മറ്റൊരു ബീച്ചിലും കാണാത്ത ഈ ഒരു കൽക്കട്ടാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. ബീച്ച് വളരെ ക്ലീൻ ആണ്, വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. വലിയ വൃത്തികേടുകളും മറ്റൊന്നുമില്ല. ഇറ്റ്സ് വെരി ക്ലീൻ ആൻഡ് മോറോവർ ആ ഒരു ആംബിയൻസ് ഇറ്റ്സ് വെരി ഗുഡ്. നമുക്ക് ഒരു ചെറിയ ബീച്ചാണ്. ചെറിയ ബീച്ച് ആയിരുന്നാൽ കൂടി നമുക്ക് അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്യാം. ഒരു ഈവനിങ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഈ കാപ്പാട് കടൽ തീരം അത്രയ്ക്ക് കുളിക്കാനായിട്ട് അത്ര സേഫ് അല്ല എന്നാണ് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇറങ്ങി ഒന്ന് കൈകളൊക്കെ ഒന്ന് കഴുകിയിട്ട് പോകാനേ പറ്റുള്ളൂ. കുളിക്കുക അത്ര സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് അല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വരുന്ന സന്ദർശകർ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ലഘുഭക്ഷണം അല്ലെങ്കിൽ സ്നാക്സ്, വെള്ളം അങ്ങനെ സാധനങ്ങളൊക്കെ വളരെയധികം കുറവാണ്. എനിക്ക് തോന്നുന്നു സന്ദർശകർ പൊതുവെ കുറവായിട്ടുള്ളൊരു ബീച്ച് ആയതുകൊണ്ടാവാം കാര്യമായിട്ടുള്ള കച്ചവടങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അത് ഇനി ഞാൻ വന്ന സമയത്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് നോക്കിയിട്ട് പ്രാഥമിക ദൃഷ്ടിയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. ആകെ ഈ കാണുന്നൊരു കോഫി ഷോപ്പാണ്, ഇത് രാവിലെ തുറന്നിട്ടില്ല. പിന്നെ ഇവിടെ മുമ്പിലൊരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്.